പനച്ചക്കുന്ന് പരിസ്ഥിതി ജനകീയ മുന്നേറ്റം പ്രത്യേക പരിപാടി. എറണാകുളം ജില്ലയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പുത്തൻവേലിക്കര ഗ്രാമം പുഴകളും കായലുകളും കുന്നുകളും നെൽപ്പാടങ്ങളും തോടുകളും കുളങ്ങളും നിറഞ്ഞ മനോഹരമായ പാരിസ്ഥിതിക സമ്പന്നമായ ഗ്രാമമായിരുന്നു. നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വായുവും നിറഞ്ഞു നിന്നിരുന്ന ഈ ഗ്രാമം കുന്നുകളുടെ ഗ്രാമമായിരുന്നു. മാനത്തോട് ചാരി നിൽക്കുന്ന മാനാഞ്ചേരിക്കുന്നും ടിപ്പു സുൽത്താൻ കൊടികുത്തിയെന്ന് ആരോ പറഞ്ഞു പേര് നൽകിയ കൊടികുത്തിയ കുന്നും, ഇഞ്ചാരക്കുന്നും, രാക്കരക്കുന്നും, പനച്ചക്കുന്നും, പരമനാശ്ശേരിക്കുന്നും, കപ്പേളക്കുന്നും, കൂടാതെ കുന്നിൻ പ്രദേശങ്ങളായ തുരുത്തൂരും മുതുപറമ്പും കല്ലേപ്പറമ്പും കൈതച്ചിറയും മാളവനയും എളന്തിക്കരയും ഈ ഗ്രാമത്തിലെ കുന്നുകളാണ്. ഈ കുന്നുകളുടെ സംഭാവനയാണ് പിന്നീട് ഉണ്ടായ നെൽപ്പാടങ്ങളായ പുതുക്കാട്ടിപ്പാടം, താഴംചിറപ്പാടം, കീഴൂപ്പാടം, പാണ്ടിപ്പാടം, തടംപാടം, താണിക്കപ്പാടം, പൂവൻപാടം, ചിറ്റാരപ്പാടം തുടങ്ങിയ പാടങ്ങൾ ഈ ഗ്രാമത്തിന്റെ നന്മയുടെ വിളനിലമായിരുന്നു. ചാലക്കുടിയാറും പെരിയാറും ഈ ഗ്രാമത്തിൽ സംഗമിച്ച് ഒരുമിച്ചൊഴുകി ഈ ഗ്രാമത്തെ സമ്പന്നമാക്കിയിരുന്നു. തോടുകളും തുറകളും കുളങ്ങളും ഈ ഗ്രാമത്തിലെ കുട്ടികളുടെ കളിത്തൊട്ടിലുകളായിരുന്നു. ഈ ഗ്രാമത്തിലേക്ക് ഓരോ വർഷവും അതിഥികളായെത്തുന്ന പതിനായിരക്കണക്കിന് പക്ഷികൾ, ഓരോ മഴവെള്ളക്കാലത്തും എത്തുന്ന നിരവധി മത്സ്യങ്ങൾ, ആനാപ്പുഴ കോട്ടപ്പുറം കായലുകൾ പോറ്റുന്ന തുരുത്തിപ്പുറവും ഈ നാടിന്റെ വിവിധ സംസ്കാരങ്ങളുടെയും കലാരൂപങ്ങളുടെയും വൈവിധ്യങ്ങൾ നിറഞ്ഞു നിന്ന ഈ ഗ്രാമം അതിഭീകരമായ നാശത്തിലേക്ക് കടക്കുമ്പോൾ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ് അധികാരികൾ. ജീവിക്കുവാൻ വേണ്ടി പഴയ തലമുറക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ പുതിയ സംസ്കാരത്തിന്റെ മുന്നേറ്റത്തിൽ ജീവിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുവാൻ യാതൊരു മടിയും പേടിയുമില്ലാത്ത, എന്തിനും തയ്യാറാകുന്ന യുവജനങ്ങൾ. ഈ പുതിയ സംസ്കാരം ഈ ഗ്രാമത്തിന്റെ എല്ലാ നന്മയും നഷ്ടപ്പെടുത്തുന്നു. കുന്നുകൾ കുഴിച്ച് കൊക്കകളാക്കുമ്പോൾ പാടങ്ങൾ നികത്തി കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി പ്ലോട്ടുകളാക്കി മാറ്റുന്നു. നെൽക്കതിരുകൾ കൊണ്ട് സമ്പന്നമായിരുന്ന പാടങ്ങൾ ചുടുകട്ടകൾ കത്തിയെരിയുന്ന പുകപടലങ്ങൾ കൊണ്ട് ശുദ്ധവായു പോലും നഷ്ടപ്പെടുത്തുന്ന ശ്മശാനങ്ങളായി മാറിയിരിക്കുന്നു. പുഴയിൽ കുളിക്കുകയും കളിക്കുകയും മത്സ്യങ്ങൾ പിടിച്ച് ജീവിക്കുകയും സായാഹ്നങ്ങളിൽ പുഴത്തീരങ്ങൾ നൽകിയിരുന്ന സുഖങ്ങളും എല്ലാം കവർന്നെടുത്ത് മണൽ മാഫിയ ഈ പുഴകളുടെ അധികാരികളായി മാറിയപ്പോഴും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ് അധികാരികൾ. രാഷ്ട്രീയ സേവകർ സമ്മേളനങ്ങളുടെയും പ്രകടനങ്ങളുടെയും ഘോഷയാത്രകളുടെയും സ്പോൺസർമാരായിരുന്ന ഇവർ തിരുനാളുകളുടെയും ദേശവിളക്കുകളുടെയും സ്പോൺസർമാരായി മാറിയപ്പോൾ ഈ ഗ്രാമം മുഴുവൻ നശീകരണത്തിന്റെ തേരോട്ടം വർദ്ധിച്ചു. ചീവീടുകളുടെ കരച്ചിലുകൾ കേട്ടു ഉറങ്ങുകയും കിളികളുടെ കളകളാരവങ്ങൾ കേട്ടു ഉണരുകയും ചെയ്തിരുന്ന ഇവിടുത്തെ ജനങ്ങൾ, കുട്ടികൾ രാത്രിയിൽ ആറ്റുമണലും പകൽ ചുവന്ന മണ്ണും കയറ്റിപ്പോകുന്ന ടിപ്പർ ലോറികളുടെ ഇരമ്പി പാച്ചിലിന്റെ ഭയാനകമായ ശബ്ദം കേട്ട് പേടിച്ചു വിറക്കുകയാണ്. പകൽ പോലും റോഡിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അതിഭീകരമായ അവസ്ഥ, പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷം. ശുദ്ധജലം അന്വേഷിച്ച് കരയുമ്പോഴും ജലവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഓഫീസുകൾ പിക്കറ്റ് ചെയ്യുമ്പോഴും ജലസ്രോതസ്സുകൾ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. പച്ചപ്പിന്റെ ഒരു തുരുത്ത് പനച്ചക്കുന്ന്. ഈ കുന്ന് സംരക്ഷിക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ ഭൂമി സംരക്ഷിക്കുവാൻ അധികാര കേന്ദ്രങ്ങളിൽ, കോടതികളിൽ ഒരു വർഷത്തിലധികമായി അവർ കയറിയിറങ്ങുന്നു. ഇവർക്ക് ഒരിടത്തു നിന്നും നീതി കിട്ടുന്നില്ല. 1.5 വർഷത്തിനു മുൻപ് പനച്ചക്കുന്നിൽ ആരംഭിച്ച ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നും സമരം തുടരുകയാണ്. ഈ സമരത്തിന് മുൻപ് തന്നെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഈ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ കയറിയിറങ്ങി. എന്നാൽ അതിൽ നിന്നൊന്നും ഒരു നീതി കിട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നപ്പോൾ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരെ ഇവർ എത്തി നിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ജനങ്ങൾക്ക് അനുകൂലമായി വിധി വന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഈ നീതി ഇവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും ഇന്നും സ്വീകരിച്ചിട്ടില്ല. ഈ ഗ്രാമത്തിന്റെ സമീപ പഞ്ചായത്തുകളായിട്ടുള്ള പൊയ്യ, കൂളൂർ പഞ്ചായത്തുകളെല്ലാം തന്നെ ഈ കുന്നുകളും പാടങ്ങളും മുഴുവൻ കുഴിച്ചുപോയി. എറണാകുളം പട്ടണം ഈ പട്ടണത്തിൽ വലിയ കെട്ടിടങ്ങൾ ഉയരുമ്പോൾ ഈ ഗ്രാമത്തിലെ കുന്നുകളും പാടങ്ങളും മുഴുവൻ കൊക്കകളായി മാറുകയാണ്. ഈ ഗ്രാമത്തിന്റെ എല്ലാ നന്മയും എല്ലാ സമ്പന്നതയും നഷ്ടപ്പെടുത്തുന്ന ഈ പ്രവൃത്തിക്കെതിരെ ഇനിയെങ്കിലും ഈ സമരത്തിന് അണിചേർന്നിട്ടുള്ള
കുട്ടികളുടെയും അമ്മമാരുടെയും അവിടുത്തെ ജനങ്ങളുടെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആന്റണി പുത്തരിക്കലിന്റെ നിരാഹാര സമരത്തിലെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ സമരത്തിൽ പങ്കുചേർന്ന് നമ്മുടെ ഭൂമി, ഈ നശിച്ചു പോകുന്ന നമ്മളെ പോറ്റി വളർത്തിയ, നമുക്ക് ജന്മം നൽകിയ ഈ ഭൂമി സംരക്ഷിക്കുവാൻ